ബ്യൂട്ടിഫുൾ പീപ്പിൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സൊസൈറ്റി എന്തോന്നാണ്, കമ്മ്യൂണിറ്റി എന്തോന്നാണ്, അസോസിയേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ സമൂഹം, സമുദായം, സംഘാടന സ്ഥാപനങ്ങൾ. അപ്പൊ ഇവയൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് എന്താണ് സൊസൈറ്റി? സൊസൈറ്റി എന്ന് വെച്ചാൽ എന്തോന്നാണ്? സമൂഹമാണ്. അപ്പം സാമൂഹികമായിട്ട് ഉള്ള ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പം സമൂഹം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? സമൂഹത്തിലുള്ള എല്ലാ ആളുകളും എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? പരസ്പരം ഐക്യതയോടുകൂടിയും പരസ്പരം സഹകരണത്തോടു കൂടിയായിരിക്കും ജീവിക്കുന്നത്. അതേപോലെ തന്നെ പരസ്പരം സമാനതയിലൂടെയും വൈവിധ്യത്തോടും കൂടിയായിരിക്കും ജീവിക്കുന്നത്. പരസ്പരം സമാനത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ഒരു 100 പേര് ചേർന്ന ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ സെയിം ആയിട്ടുള്ള കൾച്ചർ ആയിരിക്കും, സെയിം ആയിട്ടുള്ള ട്രഡീഷൻസ് ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. അതാണ് നമ്മൾ സമാനതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, എല്ലാവരും പരസ്പരം ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. നമ്മുടെ ലോകത്തെ തന്നെ എല്ലാ ആളുകളും, പക്ഷികളായാലും ശരി മൃഗങ്ങളായാലും ശരി, പരസ്പരം ആശ്രയത്തോടു കൂടിയായിരിക്കും ജീവിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാം, എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വികാരം, അതായത് നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു വികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നാണ് എന്ന മനോഭാവത്തോട് കൂടിയിട്ട് ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത്, വാട്ട് ആർ ദി കാസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു, നാം ഒന്നാണ് എന്നൊരു മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവരെവിടെയായിരിക്കും താമസിക്കുന്നത്? ഇവരൊരു നിശ്ചിത പ്രദേശത്തായിരിക്കും താമസിക്കുന്നത്. ഇവർക്ക് എന്താണ്, ഒരേപോലത്തെ സംസ്കാരമായിരിക്കും ഉള്ളത്. ഇവർക്കിടയിൽ എപ്പോഴും എന്താണ്, ഒരു ഐക്യം ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ഒന്നു ചേർന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ സൊസൈറ്റിയും തമ്മിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു ബൗണ്ടറി ഉണ്ടാവില്ല. എന്നാൽ കമ്മ്യൂണിറ്റി, അതായത് സമുദായത്തിൽ എന്തുണ്ടായിരിക്കും? ഒരേ ബൗണ്ടറി ഉണ്ടായിരിക്കും. സൊസൈറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി അപേക്ഷിച്ച് വളരെ വലുതാണ്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി അപേക്ഷിച്ച് എന്തായിരിക്കും? വളരെ ചെറുതാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഒരു ഡെഫിനിഷൻ രണ്ടിനും കൊടുക്കാനായിട്ട് നോക്കുക. അത്രയും കാര്യങ്ങൾ മതി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് അസോസിയേഷൻസ്, അതായത് സംഘാടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ആ ഒരു ലക്ഷ്യം കഴിയുമ്പോൾ എന്തായിരിക്കും? ഈ അസോസിയേഷൻ പിരിച്ചെടുക്കും. ഇനി അസോസിയേഷന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഗ്രൂപ്പ് ആയിരിക്കും, അതായത് കുറെ ആളുകൾ ചേർന്നിട്ട് രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളുടെ തന്നെ ഒരു കൂട്ടമായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും എന്തായിരിക്കും ഉണ്ടാകുന്നത്? കോമൺ ആയിട്ടുള്ള ഒരൊറ്റ ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ റൂൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. എല്ലാ ആളുകൾക്കും എന്തായിരിക്കും? മെമ്പർഷിപ്പ് ഈ അസോസിയേഷൻസിനകത്ത്. ഇനി അടുത്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്കുള്ളത്? ഒന്നാമത് വരുന്നത് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനും രണ്ടാമത് വരുന്നത് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ട് വരുന്നത് വീട്, കുടുംബം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാ വരുന്നത്? ഫാമിലി വരുന്നുണ്ട്, റിലീജിയൻ വരുന്നുണ്ട്, മാരേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇവരെന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് ആളുകളായിരിക്കും ഈ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്. ഇവരെന്ത് ചെയ്യും? എല്ലാ സെക്കൻഡറി നീഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾഫിൽ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ നോക്കിയത് എന്താണ് കമ്മ്യൂണിറ്റി എന്ന് നോക്കി, കമ്മ്യൂണിറ്റിയുടെ എന്താണ് സൊസൈറ്റി എന്ന് നോക്കി, സൊസൈറ്റിയുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കി, കമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കി, കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ നോക്കി, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കി, എന്താണ് അസോസിയേഷൻസ് എന്ന് നോക്കി, അസോസിയേഷൻസിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കി, അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സിൽ അസോസിയേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കി, അതിന്റെ പ്രത്യേകതകളെല്ലാം നോക്കി.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ടുള്ള ഗൈഡും വായിക്കണം, ക്വസ്റ്റ്യൻ ആൻസറും വായിക്കണം, അതേപോലെ തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കാനായിട്ട് നോക്കണം. അപ്പൊ താങ്ക് യു സോ മച്ച്.